1 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പാരൻസ് ആയിരുന്നു ആ പല്ലിന് കറുത്ത നിറം വരുന്നതിനെ കുറിച്ചുള്ള വീഡിയോയ്ക്ക് ഫുള്ള് കമന്റ്സ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആ കറുത്ത നിറം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചികിത്സയായിരുന്നു എല്ലാവരും ചോദിച്ചത്, റെമഡിയൽ മെഷേഴ്സ് ആയിരുന്നു ചോദിച്ചിരുന്നത്. വരാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് വരാതിരിക്കണമെങ്കിൽ അവർക്ക് റെഗുലർ ആയിട്ട് ഈ സിലിക്കൺ, ചെറിയ മക്കൾക്കാകുമ്പോൾ സിലിക്കൺ ബ്രഷസ് കിട്ടും. സിലിക്കൺ ബ്രഷ് കയ്യിൽ വിരലിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവർക്ക് രാവിലെയും വൈകുന്നേരം ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല, ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ കയ്യിൽ ചുറ്റിയതിന് ശേഷം അവരുടെ പല്ലുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല, ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അവരുടെ പല്ലുകളെല്ലാം കറുത്തുപോയി. പക്ഷെ അങ്ങനെ കറുത്തുപോയി കഴിയുമ്പോൾ അവർ സ്കൂളിലൊക്കെ, പ്രീ സ്കൂളിലൊക്കെ പോയി തുടങ്ങി കഴിയുമ്പോൾ അവരുടെ ആത്മവിശ്വാസത്തിന് അത് അഫക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അതിനെന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ആ കുട്ടികൾക്ക് ആ ചെറിയ കേടുകളാണെങ്കിൽ അടച്ചു തരാൻ പറ്റും. ഇനി അതല്ല, ആ പല്ലുകളൊക്കെ തന്നെ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഈ പിഡിയാട്രിക് ക്രൗൺസ് ഉണ്ട്. അതായത് നമുക്ക് സ്ട്രിപ്പ് ക്രൗൺസ് എന്ന് പറഞ്ഞാൽ അത് കോമ്പോസിറ്റ് വെച്ചിട്ട് ആ കുട്ടികൾക്ക് ആ പല്ലിന്റെ ക്രൗണ് നമുക്ക് ആ ഷേപ്പിലെടുത്ത് റെഡിയാക്കാൻ പറ്റും. അപ്പൊ അതൊരു 6 വയസ്സ് ആകുമ്പോൾ ആ പല്ലുകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. ആ പല്ലുകൾക്ക് പകരം പുതിയ പല്ലുകൾ വരും. അപ്പോൾ അതുവരെ അവർക്ക് ഈ സ്ട്രിപ്പ് ക്രൗൺസ് ഉണ്ടെങ്കിൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കും. കുട്ടികൾക്ക് നല്ലോണം ചിരിക്കാൻ പറ്റുകയും ചെയ്യും.